വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവനാണെങ്കിൽ ആ യൂട്യൂബറെ നന്നായിട്ട് അങ്ങോട്ട് പെരുമാറുന്നുണ്ട്. അന്നേരം ഇതിന് ഒരു അവസാനം വേണ്ടേ, ഇനി നീ ഇത് പരിപാടി നിർത്തുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെൻ്റെ തൊഴിലാണ്, എനിക്ക് നിർത്താനായിട്ട് പറ്റില്ല, രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ഞരമ്പ് അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നിൻ്റെ ബാക്കി എല്ലാ യൂട്യൂബർമാർക്കും അതൊരു പ്രചോദനമാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള യൂട്യൂബർ ഞരമ്പ് അറുത്തു സ്വയം ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അവരൊക്കെ കണ്ട് രസിക്കുകയും ചെയ്യും. അവർക്കൊരു പാഠമാകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ശിവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഈ യൂട്യൂബർ ആണെങ്കിൽ ആ ഒരു തൊഴിൽ നിർത്തില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. അവസാനം അടി കൊണ്ട് അവശനാവുമ്പോൾ എന്നെ ഇനി തല്ലരുതേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് ആകെ അവശനായിട്ട് ഈ യൂട്യൂബർ പറയുന്നുണ്ട്. അന്നേരം നിനക്ക് എന്തായാലും നാണക്കേടുണ്ടായതിന് എന്തായാലും ഇനി ഒരു ഇത് ചെയ്തേ മതിയാവുകയുള്ളൂ. അത് നിന്നിലൂടെ തന്നെ ഞാൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അത് നീ തന്നെ നിൻ്റെ വീഡിയോയിലൂടെ തന്നെ ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു കാര്യം, നിൻ്റെ ജമ്പക വസ്തുക്കളൊക്കെ അങ്ങോട്ട് എടുക്ക്, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എടുക്കടാന്നിങ്ങനെ പറയുകയാണ്. നീ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഫോണൊക്കെ തപ്പി എടുക്കുന്നുണ്ട് ഈ യൂട്യൂബർ ആണെങ്കിൽ. എന്നിട്ട് പൊക്കി പിടിക്കടാ, ക്യാമറ ഓണാക്കി പൊക്കി പിടിക്കടാന്ന് പറയുകയാണ്. അന്നേരം ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു കാരണവുമില്ലാതെ അവരുടെ സ്വകാര്യതയെ തേജോവധം ചെയ്യാനായിട്ട് വരുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ഇവനാണെങ്കിൽ ഇവൻ്റെ ചാനലിൽ എന്നെയും എനിക്ക് പരിചയമുള്ളൊരു സ്ത്രീയെയും ചേർത്ത് ഒരു കഥ ദുഷ്പ്രചരണം ഉണ്ടാക്കി. അതിൽ നിന്ന് ഞാനങ്ങോട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്നോണം ഇതിനെ ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ, പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നിങ്ങൾ ആവശ്യം പോലെ കൊടുത്തേക്കണം കേട്ടോ എന്ന് പറയുകയാണ്. എന്നിട്ട് ശിവനാണെങ്കിൽ ജീപ്പ് തുറന്ന് ഒരു കരിയോയിൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം ഈ ഫോൺ ഇങ്ങനെ താത്ത് പിടിക്കുന്നുണ്ട് യൂട്യൂബ്. അന്നേരം പൊക്കി പിടിക്കണമെന്ന് പറഞ്ഞ് ശിവൻ വരട്ടുകയാണ്. അങ്ങനെ പൊക്കി പിടിക്കുന്നുണ്ട്. ഇത് കരിയോയിലാണ്. ഇവൻ എല്ലാവരുടെയും ജീവിതം കരിവാരി തേക്കാനല്ലേ നോക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ജീവിതവും അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ സാർ പ്ലീസ് പ്ലീസ് എന്നൊക്കെ ഈ യൂട്യൂബർ പറയുന്നുണ്ട്. അന്നേരം മര്യാദയ്ക്ക് നിന്നോ, ഞാൻ പറയുന്നത് കേട്ടോണ്ട് അങ്ങോട്ട് ഫോൺ അങ്ങോട്ട് പൊക്കി പിടി, ഞാനിത് ഒഴിച്ച് തീരുന്നത് വരെ നീ ഫോൺ താത്ത് പിടിക്കുകയോ ഓഫ് ചെയ്യുകയോ ചെയ്താലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മനസ്സിലാവും നിനക്ക്, പച്ചയ്ക്ക് കൊളുത്തും ഞാൻ എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. എന്നിട്ട് കരിയോയിൽ പിന്നെ ഈ യൂട്യൂബറുടെ തല വഴി മൊത്തം ദേഹമാസനം ശരീരം ഫുൾ അങ്ങോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് അത് ഷൂട്ട് ചെയ്തത് നിർത്തുന്നുണ്ട്. എന്നിട്ട് ഇവനെ അങ്ങോട്ട് ഈ യൂട്യൂബറെ അങ്ങോട്ട് വലിച്ച ഒരു റബ്ബറിലോട്ട് അങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ട് ശിവനെല്ലാം ചാടി അങ്ങോട്ട് ജീപ്പിൻ്റെ ആ ബോണ്ടിലേക്ക് അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. എന്നാലും ശിവൻ ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. അഴിമലയിലൊക്കെ ശിവൻ ഇരിക്കുന്ന ആ ഒരു മോഡൽ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ശിവോഹം ആ ഒരു മ്യൂസിക്കൊക്കെ കാണുകയാണ്. എന്നിട്ട് നിനക്കിതൊരു പാഠമായിരിക്കട്ടെ, നിന്നെ പോലെ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം, നീ എൻ്റെ പേര് എപ്പോഴും ഓർത്ത് വച്ചിരിക്കണം, പേര് ശിവൻ, ഇത് ശിവോഹം എന്നൊക്കെ പറഞ്ഞ് രണ്ട് കയ്യൊക്കെ വീശി ഭയങ്കര അതിൽ ഡയലോഗിൽ പറയുന്നുണ്ട്. അതിനുശേഷം ശിവൻ പറയുന്നുണ്ട്, നിന്നെക്കൊണ്ട് ഈ വീഡിയോ നിൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യിച്ചിട്ടേ ഞാനിവിടെ നിന്ന് പോകുന്നുള്ളൂ, മര്യാദയ്ക്ക് അപ്ലോഡ് ചെയ്യണമെന്നിങ്ങനെ വരട്ടുകയാണ്. അന്നേരം ഫോൺ എടുത്ത് അതിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയാണ് ജോൺ അബ്രഹാം ആണെങ്കിൽ ശാലിനിയുടെ ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. ജോൺ ആകെ കിളി പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അത് അശ്വിൻ അത്രയാണ് കാണിക്കുന്നത്. എന്നിട്ട് ശിവൻ കുറേ ഒരു മാസ് ഡയലോഗൊക്കെ അവിടെ പിന്നെ പറയുന്നുണ്ട്, നേരെ പറയുന്നുണ്ട്. അതെല്ലാം യൂട്യൂബർ സമ്മതിക്കുന്നുണ്ട്, നീ ഇതൊന്നും ആവർത്തിക്കില്ല എന്നുള്ളതൊക്കെ നിന്നെ പോലുള്ള എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ജോണിൻ്റെ കയ്യിൽ നിന്ന് അവസാനം ശാലിനി ഫോൺ അങ്ങോട്ട് പിടിച്ചു മേടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ജോണിന് എന്തുകൊണ്ട് എന്താണ് ഇങ്ങനെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് ആത്മസംതൃപ്തിയാണ് കിട്ടുന്നത്, ഒരുപാട് കാശ് ഇതിനുമായിട്ട് മുടക്കി കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ജോൺ പറയുന്നുണ്ട്, മാഡം തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണം, ഇനി ഇത് എന്നത് ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. മാഡം എനിക്ക് എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ, ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കളക്ടറേറ്റിൽ കയറാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം താനൊക്കെ കയറിയിട്ട് എന്തോ ഉണ്ടാക്കാനാണെന്നൊക്കെ ചോദിച്ച് കുറേ ഷൗട്ട് ചെയ്യുന്നുണ്ട് ശാലിനിയാണെങ്കിൽ. ഇനി പിന്നെ ഇതൊരു പറഞ്ഞിട്ടും കാര്യമില്ല, പറഞ്ഞ് എൻ്റെ നാവ് വരെ വഴങ്ങി പിന്നെ ഇത് പോയി ഇരിക്കുകയാണ്. പക്ഷേ ഇനി എനിക്കോ എൻ്റെ സ്റ്റാഫിനോ തന്നിൽ നിന്നും ഇങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ ഉപദ്രവമായിട്ടുള്ള കാര്യമുണ്ടായാൽ പിന്നെ സർക്കാർ പെൻഷൻ വാങ്ങിച്ച് വീട്ടിലിരിക്കേണ്ട അവസ്ഥ തനിക്കുണ്ടാവില്ല, ഇത് അവസാനത്തെ വാണിംഗ് ആണ് എന്നിങ്ങനെ പറയുമ്പോൾ, ഇല്ല മാഡം, ഇനി ഞാൻ ഇങ്ങനെ മാഡം എന്നെ ഇങ്ങനെ വിളിച്ചൊരു വാണിംഗ് പോലും തരേണ്ടൊരവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല എന്നൊക്കെ ഇങ്ങനെ മാപ്പെന്ന പോലെ വളരെ ക്ഷമയോടുകൂടി ജോൺ പറയുകയാണ്. ശാലിനി അത് ക്ഷമിക്കുന്നുണ്ട് അവിടെ. അന്നേരത്തേക്ക് പിന്നീട് ശാലിനി പറയുന്നുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ടെന്ന് പറയുമ്പോൾ എന്താ മേഡം എന്നും പറഞ്ഞിങ്ങനെ ജോൺ നിൽക്കുകയാണ്. ജാത്തിയാലുള്ളത് തൂത്താ പോവില്ല എന്ന് കേട്ടിട്ടില്ലേ, പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളത് ജോൺ തന്നെ പറയിപ്പിക്കണം, കേട്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് ശാലിനിക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അന്നേരം അങ്ങനെയാണോ, എങ്കിൽ ഞാൻ അങ്ങോട്ടത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വയ്ക്കുകയാണ്. അന്നേരം ഞാൻ പൊയ്ക്കോട്ടെ മേഡം എന്നിങ്ങനെ ജോൺ ചോദിക്കുമ്പോൾ, ജോണിന് വേറെ ഏർപ്പാടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജവഹർ കോളനി വരെ പോവാം, ജോൺ പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ വരാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ജോൺ പുറത്ത് നിൽക്കുന്നുണ്ട്, ശാലിനി അവിടെ നിൽക്കുകയാണ്.
അതേസമയം അവിടെ ഡെയ്സി ആണെങ്കിൽ അവിടെ വേലായുധൻ അവർ താമസിക്കുന്ന വീട്ടിനകത്ത് തന്നെ അകത്ത് കയറി ഇരിക്കുന്നുണ്ട്. ഫോണൊക്കെ നോക്കി ഇങ്ങനെ ടീപ്പോയിൽ കാലുമേറ്റി ഇരിക്കുകയാണ്. അന്നേരം റാണിയും ചന്ദ്രയും പുറത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് റാണി ചോദിക്കുന്നുണ്ട്. അന്നേരം എന്തായാലും ഏട്ടൻ വരട്ടെ എന്നിങ്ങനെ ചന്ദ്ര പറയുകയാണ്. ഈ സമയത്ത് ശിവനാണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരം ഇവർ രണ്ടുപേരുടെയും മുഖഭാവം കണ്ടിട്ട് ശിവൻ അവിടെ കസേരയിലേക്കും കയറിയിരിക്കുകയാണ്. അന്നേരം എന്താ ഇങ്ങനെ കുന്തം പിഴിഞ്ഞ പോലെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പുതിയ താമസക്കാരെത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. പുതിയ താമസക്കാർ പുറത്തേക്കായിട്ട് തന്നെയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് സസ്പെൻസാണ്, ഏട്ടൻ കയറി അകത്തേക്ക് നോക്കുന്ന ചന്ദ്ര പറയുകയാണ്. അപ്പോൾ ശിവനിങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഡെയ്സി ഇങ്ങനെ കാലുമേറ്റിയിരുന്ന ഫോണെ കാണുമ്പോൾ നീയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നീ എന്താ ഇവിടെയും ചോദിക്കുകയാണ്. അന്നേരം ഞാനിവിടെ താമസിക്കണം വന്നത്, ഞാൻ പിന്നെ എവിടെ പോകാനാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇവിടെ ഒന്നും പറ്റില്ല എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം എന്തുകൊണ്ട് പറ്റില്ല, നീ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഞാനും താമസിക്കും, എനിക്ക് പോകാൻ വേറെ ഇടമൊന്നുമില്ല, നീ കെട്ടിയതാണ് ഈ താലിയെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ശിവനാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല, എനിക്ക് ഒന്നാമത് ജോലി തിരക്കുള്ള സമയമാണ്, നിന്നോട് സംസാരിച്ചിരിക്കാനൊന്നും എനിക്ക് സമയമില്ല, പറഞ്ഞാൽ മനസ്സിലാക്ക്, ഒന്ന് പറഞ്ഞു കൊടുക്കടി ഇങ്ങനെ ചന്ദ്രയോട് പറഞ്ഞിട്ട് ശിവനങ്ങ് റൂമിനകത്തേക്ക് പോവുകയാണ്. അന്നേരം പിന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഡെയ്സി വിചാരിക്കുന്ന പോലെയല്ല, ഏട്ടനും പിന്നെ കളക്ടറും തമ്മിലുള്ള ബന്ധം അങ്ങനെയൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ എനിക്ക് അറിയാമെന്നിങ്ങനെ ഡെയ്സിയും പറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്ത് ശിവനാണെങ്കിൽ വേഷം മാറി വേറെ ഷർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ സംഭവിച്ചു, അതൊക്കെ മാറാനായിട്ട് എനിക്ക് കുറച്ച് സമയം വേണം എന്നിങ്ങനെ പറയുകയാണ്. ഡെയ്സിയും കളിയാക്കിയാണ് സംസാരിക്കുന്നത്. ശരി, എത്ര സമയം വേണം? 1 മാസം, 2 മാസം, 3 മാസം, അതോ 1 വർഷം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞ് ശിവൻ അന്നേരം ഉത്തരവില്ല. അന്നേരം അത്രയ്ക്ക് അത് പറയാനായിട്ട് കഴിയുന്നില്ലല്ലേ, അത്രയ്ക്ക് കൈവശമാണല്ലേ അവൾ കളക്ടർ തന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എന്ത് പറഞ്ഞാലും നിനക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല, പിന്നെ എനിക്ക് വേറെ ജോലി തിരക്കുകൾ ഒരുപാടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ ഉണ്ടായാൽ നീ വിചാരിക്കുന്നതിനപ്പുറത്ത് സംഭവിക്കും, അത് തരണം ചെയ്യാൻ കഴിയുമെങ്കിലും നീ ഇവിടെ നിന്നോ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിയെക്കുറിച്ചൊക്കെ മോശം സംസാരിക്കുമ്പോൾ ഡെയ്സി ഇങ്ങനെ അടിക്കാനായിട്ട് ശിവനിങ് കൈ ഒന്ന് വരുന്നുണ്ട്. പക്ഷേ പിന്നെ കൈ അങ്ങ് പിടിച്ച് മുറുക്കുകയാണ് ശിവൻ ചെയ്യുന്നത്. എന്നിട്ട് ശിവൻ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോൾ കാണരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് ബുള്ളറ്റ് എടുത്ത് പോകുന്നുണ്ട്. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ ഡെയ്സി വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഇല്ലാത്തതാണ് ഡെയ്സി പറയുന്നത്, ഏട്ടൻ്റെ സ്വഭാവം എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അന്നേരം നീ എന്ന് മുതലാണ് നിൻ്റെ ഏട്ടനെ കാണാൻ തുടങ്ങിയ, കൊച്ചിനെ കാണാൻ തുടങ്ങിയതെന്ന് അറിയാം, പക്ഷേ നിൻ്റെ ഏട്ടനെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനാണ്, അതുകൊണ്ട് നീയും അതിന് ഉപദേശിക്കാൻ നിനക്കെന്താ അധികാരം, നീ ഒരു സ്നേഹിച്ച പുരുഷൻ്റെ പിന്നാലെ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് നിന്നെ സഹായിക്കാൻ നിനക്ക് നിൻ്റെ ഏട്ടനുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല, അതുകൊണ്ട് എൻ്റെ കാര്യം എനിക്ക് നോക്കിയേ മതി, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഇനി വരുന്നത് എന്തായാലും സംഭവിക്കുന്നത് എന്തായാലും തടുക്കാനായിട്ട് ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞില്ല ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണമെന്നൊക്കെ പറയുമ്പോഴും, പക്ഷേ ഡെയ്സി ആകെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ശിവനങ്ങ് പോകുന്നുണ്ട്. ഡെയ്സി ഇവിടെ നിൽക്കാനുള്ള തീരുമാനത്തിൽ തന്നെ ആണ് വന്നിരിക്കുന്നത്, അതുപോലെ നിൽക്കുന്നുമുണ്ട്. ചന്ദ്രയും പിന്നെ റാണിയും പിന്നെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഇതേ സമയം അവിടെ ജോൺ ആണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശാലിനി ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം രാമേട്ട നമുക്ക് ജവഹർ കോളനി വരെ പോകണമെന്ന് പറയുകയാണ്. തുടർന്ന് ജോണും കയറിക്കോളാൻ പറയുന്നുണ്ട്. അനുപല്ലവിയും പിന്നെ ശാലിനിയും പുറകെ കയറുന്നുണ്ട്. ജോൺ ആണെങ്കിൽ ഫ്രണ്ടിൽ കയറുകയാണ്. അന്നേരം രാമേട്ടൻ പെട്ടെന്ന് വണ്ടി ഇങ്ങോട്ട് സ്റ്റാർട്ടാക്കുമ്പോൾ പക്ഷേ അത് സ്റ്റാർട്ടാകുന്നില്ല, കുറേ ശ്രമിക്കുന്നുണ്ട്. അന്നേരം എന്ത് പറ്റി രാമേട്ടൻ ചോദിക്കുമ്പോൾ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രാമേട്ടനെ ഇറങ്ങി നോക്കുന്നുണ്ട്. ശാലിനിയും അനുപല്ലവിയും പിന്നെ ജോണും ഒക്കെ ഇറങ്ങുകയാണ്. അന്നേരം എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കേണ്ടി വരുമെന്ന് പറയുക. അന്നേരം ശാലിനി ഇങ്ങനെ ജോണിനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, നല്ല ജോൺ ബിടെക്കല്ലേ, ഒന്ന് നോക്ക്, ചിലപ്പോൾ രാമേട്ടനെ സഹായിക്കാൻ പറ്റുമല്ലോ, നമുക്ക് സമയം വൈകിയാണ്, പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് മേഡം എന്നൊക്കെ പറയുമ്പോൾ എന്നാലും ഒന്ന് കൈവച്ച് നോക്ക്, എനിക്ക് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് പരിശോധിക്കാൻ പറയുകയാണ്. അങ്ങനെ ജോൺ എന്തൊക്കെ വേറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്നുണ്ട്. അന്നേരം ഇനി ഒന്ന് സ്റ്റാർട്ടാക്കുമെന്ന് പറയുകയാണ്. അത് രാമേട്ടനാണെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ശാലിനി വരുന്നതിന് വേണ്ട ഞാൻ സ്റ്റാർട്ടാക്കാമെന്ന് പറയുമ്പോൾ ശാലിനി ഡ്രൈവർ സീറ്റിലേക്ക് കയറുന്നുണ്ട്. അന്നേരം ജോൺ ഇങ്ങനെ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് പറയുന്നുണ്ട്, മേഡം നന്നായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക് എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ജോണിനോട് പറയുകയാണ്, ഒന്ന് പറയിൽ പോയെന്ന് കൈവയ്ക്കുക എന്ന് പറയുകയാണ്. അന്നേരം അത് മേഡം എന്ന് പറയുമ്പോൾ ചെല്ല് എന്ന് പറയുകയാണ്. തുടർന്ന് ജോൺ ആണെങ്കിൽ ബാക്കിൽ പോയി ഇങ്ങനെ തള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്നേരം രാമേട്ടനോട് സൈഡിൽ നിന്ന് തള്ളിയാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം നന്നായിട്ട് തള്ളുകയാണ് രണ്ടുപേരും കൂടി. അന്നേരം ഈ ഫ്രണ്ടിലെ മിററിൽ കൂടി ഈ ജോൺ ആണെങ്കിൽ ഇങ്ങനെ ബാക്കിൽ
ബേക്കിൽ തള്ളുന്നത് ഇങ്ങനെ ശാലിനി കാണുന്നുണ്ട്. അന്നേരം നേരത്തെ ഒരു ദേഷ്യം ഇങ്ങനെ ശാലിനിയുടെ മനസ്സിലിരിക്കുകയാണല്ലോ. അന്നേരം സോട്ടും കോട്ടുമൊക്കെ ഇട്ടിങ്ങനെ പിന്നെ വേഷത്തിൽ വന്ന് നിന്നാൽ പോരാ, മനസ്സോട് നന്നായിരിക്കില്ല, ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്സിലറേറ്റർ ശാലിനി നന്നായിട്ട് പ്രസ് ചെയ്ത് വണ്ടി ചെറുതായിട്ട് ആദ്യം ശാലിനി അങ്ങ് മുന്നോട്ടെടുക്കുമ്പോൾ ഈ ബാക്കിൽ നിന്ന് തള്ളിക്കൊണ്ടുന്ന ജോണാണെങ്കിൽ അങ്ങ് വണ്ടിയുടെ പിറകെ താഴെ വീഴുന്നുണ്ട്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ആക്സിലറേറ്റർ നന്നായിട്ട് അമർത്തി പിടിക്കുമ്പോൾ ഈ ബാക്കിലെ ആ പുകക്കുഴലിൽ കൂടി പുക മൊത്തം അടിച്ച് ആ തറയിൽ ജോൺ വീണല്ലോ. അപ്പോൾ ജോണിൻ്റെ മാസകലം ഈ പുകയാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ വെള്ള ഷർട്ടും മുഖവും എല്ലാം അങ്ങ് പുകയാവുന്നുണ്ട്. തുടർന്ന് ശാലിനി ഇറങ്ങുന്നുണ്ട്. അന്നേരം ജോണിങ്ങനെ ആകെ ചുമച്ചിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അന്നേരം ഇതെന്ത് പറ്റി എന്തെങ്കിലും ചോദ്യം. മറ്റുള്ളവരുടെ ദേഹത്ത് കരി വാരി തേക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു തനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന്. എനിക്കിപ്പോൾ കാണുമ്പോൾ ജോണിനെ ഒരു തമാശ ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക് പറഞ്ഞ് എൻ്റെ നാവ് വരെ കുഴഞ്ഞു, നാവിന് വരെ നാണക്കേടായിട്ട് തോന്നുകയാണ്. പിന്നെ അസൂയയ്ക്കും കുശുമ്പിനും കുതികായിട്ടും ഒക്കെ ആയിട്ട് നടത്തുമ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കളക്ടറേറ്റിലെ ജീവനക്കാരെല്ലാവരും കൂടി ഇങ്ങനെ വന്ന് നോക്കുകയാണ്. അപ്പോൾ ജോണാണിങ്ങനെ ആകെ ഒരു കരിപുരണ്ട പോലെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എല്ലാവരും നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശാലിനിയാണെങ്കിൽ. എന്നിട്ട് പറയുന്നുണ്ട്, രാമേട്ടനോട് പറയണം നമുക്ക് എന്തായാലും പോകാം, എന്തായാലും ജോണിനെ കൊണ്ടുപോയാൽ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണെന്ന് തോന്നും. ജോണിന് മാനക്കേടൊന്നുമില്ല, പക്ഷെ ഒരു കളക്ടറായ എനിക്കാണെങ്കിൽ അതൊരു മാനക്കേട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ രാമേട്ട വണ്ടി എടുക്കുന്നുണ്ട്. ശാലിനി അനുവല്ലയിൽ കൂടി പോവുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഇതൊരു വല്ലാത്ത പണിയായി പോയല്ലോ എനിക്ക് തന്നതെന്നും പറഞ്ഞ് ജോൺ ഇങ്ങനെ ആകെ സ്വന്തം ശരീരവും നോക്കുന്നുണ്ട്. ചുറ്റും നിൽക്കുന്ന ബാക്കി എല്ലാവരെയും നോക്കി ആകെ മാനം കെട്ട് നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ശിവനാണെങ്കിൽ ആ യൂട്യൂബർക്ക് കരിയോല ഒഴിച്ച് ഒരു പണി കൊടുത്ത പോലെ ഇവിടെ പുക കൊണ്ട് തന്നെ ശാലിനിയും അതേപോലൊരു പണി തന്നെ ഇവിടെ ജോൺ എബ്രഹാനും കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിലും ജോൺ നന്നായാലും മതിയായിരുന്നു. അത് അങ്ങനെ ആണെന്ന് തോന്നി, ഇനി ഒരു പണി ഒപ്പിക്കില്ല എന്ന് തോന്നുന്നു. ഇനി ബാക്കി കഥകൾ എന്താണെന്നുള്ളത് നമുക്ക് ഡേയ്സി എന്തായാലും അവിടെ നിൽക്കും. അത് തിരിച്ചു വരുമ്പോൾ കാണുമോ ഇല്ലയോ എന്നുള്ള അവിടെ ഇനി വീണ്ടും പ്രശ്നങ്ങളൊക്കെയാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.